സ്പെയിൻ കളം നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ കിരീടവുമായി സ്പാനിഷ് സംഘം മടങ്ങി. 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് കലാശപ്പോരിന്റെ വിധി എഴുതിയത്. ആവേശകരമായ ലോകകപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോക കിരീടമുയർത്തി. 2010-ൽ ആന്ദ്രെ ഇനിയേസ്റ്റയുടെ ഗോളിലൂടെ നെതർലൻഡ്സിനെ വീഴ്ത്തി ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടതിനു ശേഷം സ്പാനിഷ് പടയുടെ ചരിത്രത്തിലെ രണ്ടാം ലോകകപ്പ് വിജയമാണിത്. ഫൈനലിലെത്തിയ രണ്ട് മത്സരങ്ങളിലും കിരീടം നേടാൻ കഴിഞ്ഞതും സ്പാനിഷ് പടയുടെ മറ്റൊരു സവിശേഷതയാണ്. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ പന്തടക്കത്തിലും ആക്രമണത്തിലും സ്പെയിൻ തന്നെയായിരുന്നു മുന്നിൽ. കളിയിലുടനീളം പന്ത് കൈവശം വെച്ച് അവർ അർജന്റീനിയൻ കോട്ടയിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. രണ്ടാം പകുതിയിലും കളിയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ അർജന്റീനയ്ക്കായില്ല. അതിനിടെ പ്രതിരോധത്തിലെ കരുത്തനായ ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. കളി അവസാനത്തോടടുത്തപ്പോൾ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. അധിക സമയത്തും 10 പേരുമായി സ്പാനിഷ് ആക്രമണങ്ങളെ അർജന്റീനിയൻ പ്രതിരോധം പൊരുതി നോക്കിയെങ്കിലും 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് അർജന്റീനയുടെ നെഞ്ചകം തകർത്ത് ആ വിജയ ഗോൾ നേടുകയായിരുന്നു. ആ ഒരൊറ്റ ഗോൾ സ്പെയിനിനെ വീണ്ടും ലോക രാജാക്കന്മാരാക്കി മാറ്റി. മത്സരം അവസാനിച്ചെങ്കിലും കഥ അവിടെ തീരുന്നില്ല. നാടകീയമായ ഫൈനൽ വിസിലിന് പിന്നാലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് കായിക ലോകം സാക്ഷ്യം വഹിച്ചത്. വിജയം ആഘോഷിക്കാൻ മൈതാനത്തേക്ക് ഓടിയെത്തിയ സ്പാനിഷ് താരങ്ങൾക്കിടയിലേക്ക് അർജന്റീനയുടെ നെഹ്വൽ മൊളീന എത്തുന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിനിടയിലേക്കാണ് കടുത്ത നിയന്ത്രണം വിട്ട് അർജന്റീനയുടെ ലിയാൻഡ്രോ പെരേഡസ് ഓടിയെത്തിയത്. പരേഡസ് നേരെ വന്ന് എറിക് ഗാർസിയയെ മർദ്ദിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച സ്പെയിനിന്റെ യുവവിസ്മയം ഗാവിയെയും പെരേഡസ് കായികമായി നേരിട്ടു. മത്സരത്തിന് ശേഷമുണ്ടായ ഈ കടുത്ത അച്ചടക്ക ലംഘനത്തിന് പെരേഡസിന് റെഡ് കാർഡ് ലഭിച്ചു. തോൽവിയിലും റെക്കോർഡുകളുടെ വലിയൊരു മഴ പെയ്ച്ചാണ് മെസ്സി ലോകകപ്പിനോട് വിട പറയുന്നത്. 2006 മുതൽ 2026 വരെ നീണ്ട കരിയറിൽ 34 ലോകകപ്പ് മത്സരങ്ങളിലാണ് മെസ്സി അർജന്റീനയ്ക്കായി ബൂട്ട് കെട്ടിയത്. ആകെ 21 ഗോളുകളും താരം അടിച്ചുകൂട്ടി. 2006-ൽ 1 ഗോളും 2014-ൽ 4-ഉം 2018-ൽ 1-ഉം കിരീടം നേടിയ 2022-ൽ 7 ഗോളുകളും നേടിയ താരം 2026-ൽ 8 ഗോളുകളുമായി കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനത്തോടെയാണ് വിശ്വവേദിയിൽ നിന്ന് മടങ്ങുന്നത്. ഫിഫ ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. ഇതിനൊപ്പം 3 ലോകകപ്പ് ഫൈനലുകളിൽ കളിക്കുന്ന ആദ്യ ഫുട്ബോളറായും ക്യാപ്റ്റൻ എന്ന നിലയിൽ 3 ഫൈനലുകൾ ടീമിനെ നയിക്കുന്ന ആദ്യ താരമായും മെസ്സി ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഒരു ഇതിഹാസ തുല്യമായ കരിയറിന് കണ്ണീരോടെയാണെങ്കിലും റെക്കോർഡുകളുടെ തിളക്കത്തോടെ മെസ്സി വിട ചൊല്ലുമ്പോൾ ഫുട്ബോൾ ലോകം ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ ആദരവോടെ തലകുനിക്കുന്നു. ഫിഫ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്പെയിനിന്റെ ഈ ലോകകപ്പിലെ മുന്നേറ്റങ്ങൾ നയിച്ച റോഡ്രിക്കാണ്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക്. സ്പാനിഷ് വല്ല കോട്ട കെട്ടിക്കാത്ത ഉനായ് സിമോണാണ് ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. മികച്ച യുവ താരത്തിനുള്ള പുരസ്കാരം യുവ സ്പാനിഷ് പ്രതിരോധ താരം പാവ് കുബാർസിയും സ്വന്തമാക്കി.